ഹലോ, നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അടിപൊളി ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഐറ്റംസ് ആണ് ഫോം ബോർഡ്, പാറ്റേൺ പേപ്പർ, ഗമ്മ്, കട്ടർ. പിന്നെ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണോ വെക്കുന്ന ആ ഐറ്റംസ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ സ്കെച്ച് ബുക്കും പെയിൻറ്റും ബ്രഷുമാണ് അതിൽ വെക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഫോം ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫോം ബോർഡിൻ്റെ മേലെ ഞാൻ ബോക്സിൽ എന്തൊക്കെയാണോ വെക്കുന്നത് ആ സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ സ്കെച്ച് ബുക്ക് വെച്ചു, അതിൻ്റെ മേലെ ഞാൻ കളറ്, പിന്നെ സൈഡിലായിട്ട് ബ്രഷസാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ആ ബോക്സിനെ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാനും മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തൊട്ടടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കും നമ്മൾ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് കിട്ടും. ഞാൻ ഹൈറ്റാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ കട്ടർ വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ആ കട്ടറിൻ്റെ എത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ടോ അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് സൈഡ് ഭാഗങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 പീസ് സെയിം ലെങ്ത്തിലും വെടുത്തിലും ഞാൻ എടുക്കും. പിന്നെ ഈ സൈഡിലേക്കുള്ള ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിം ഹൈറ്റ് തന്നെ എടുക്കുക, പക്ഷെ ലെങ്ത്തിൽ ഡിഫറെൻ്റ് ഉണ്ടാവും. അങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്ന്. ഇപ്പോൾ 2 സൈഡിലേക്കുള്ളത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ 2 സൈഡിലേക്കുള്ളതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് നേരത്തെ വിടുത്ത് വന്നത് ആ വിടുത്താണ് നമ്മൾ ചെറിയ സൈഡിൻ്റെ ലെങ്ത് ആക്കി എടുക്കുന്നതും. ഹൈറ്റ് നോർമൽ നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം തന്നെ ഹൈറ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെക്കുന്ന ഐറ്റംസിൻ്റെ എത്രയാണ് അത് പൊങ്ങി നിൽക്കുന്നത് അത്രയും നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തെങ്കിലാണ് നമ്മളെ ബുക്ക് അല്ലെങ്കിൽ ബോക്സിൽ നല്ല വൃത്തിക്ക് നമ്മളെ ബുക്ക് ഇരിക്കുള്ളൂ. ബുക്ക് നല്ല വൃത്തിക്ക് ഇരുന്നെങ്കിൽ ബോക്സ് അടക്കാനൊക്കെ പറ്റും. കുറച്ച് പൊന്തിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടക്കുമ്പോഴൊക്കെ ഭയങ്കര സീനാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഹൈറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ടോട്ടൽ നമുക്ക് 5 പീസസാണ് വരുന്നത്. കുഞ്ഞ് 2 സൈഡിലേക്കുള്ള ബോർഡേഴ്സും വലിയ 2 സൈഡിലേക്കുള്ള ബോർഡേഴ്സായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ബേസ് ഭാഗമാണ്. ബോർഡേഴ്സ് 4 എണ്ണം, ബേസ് 1 ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് നമ്മൾ വരച്ച ആ ലൈനിൽ കൂടെ കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 പീസസ് കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്ത് ഐറ്റംസാണ് ഈ ബോക്സിൽ വെക്കേണ്ടത് ആ സാധനം വെച്ച് വേണം മെഷർമെൻറ്റ് എടുക്കാൻ. എനിക്ക് ഇതിൽ സ്കെച്ച് ബുക്കും പെയിൻറ്റും ബ്രഷസാണ് വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഷർട്ടും ഇതൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഷർട്ട് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തും ഹൈറ്റും എടുക്കണം നിങ്ങൾ. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 5 പീസസ് വന്നിട്ടുണ്ട്. ചെറിയ ഭാഗത്തേക്കുള്ള 2 ബോർഡേഴ്സും വലിയ ഭാഗത്തേക്കുള്ള 2 ബോർഡേഴ്സാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ബേസ്, പിന്നെ ഇനി ഇതിൻ്റെ മേലെയുള്ള ടോപ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കറക്റ്റ് ബോക്സിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ബേസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ബേസിൻ്റെ ലെങ്ത്തും വിടുത്തുമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ സെയിം ആ ഒരു ഇതിലല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ കൂടെ ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വീണ്ടും ഒരു ബോക്സ് മാർക്ക് ചെയ്ത് കൊടുക്കും. ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കും. സെയിം ലെങ്ത്ത് തന്നെ, പക്ഷേ വിഡ്ത്ത് ഒരു 5 സെൻറ്റിമീറ്ററും കൂടിയും ഡിസ്റ്റൻസിൽ നമ്മൾ മാർക്ക് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഈ ബേസിൻ്റെ മാർക്ക് ചെയ്തത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 സെൻറ്റിമീറ്ററും കൂടിയും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ടോപ്പർ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ ബോക്സിലോട് അറ്റാച്ച്ഡ് ആക്കിയിട്ടുള്ള ടോപ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിക്കാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 0.5 നമ്മൾ വീണ്ടും വരച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഫോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ആ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടത്. നമ്മൾ ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫോൾഡ് ചെയ്യാനുള്ള ഭാഗം പിന്നെ നമ്മൾ ആ 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ വരച്ചില്ല അതിൻ്റെ എൻഡുമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോൾഡ് ചെയ്യാനുള്ള ഭാഗമൊന്നും കട്ട് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ ഇതിൽ 3 ലൈൻസ് വരച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ലൈനും പിന്നെ നമ്മുടെ ലെങ്ത്തുമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
നമ്മൾ ടോപ്പറിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 0.5 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ലൈനിൽ ഇങ്ങനെ കട്ടറിൻ്റെ പിന്ന് വെച്ചിട്ട് ഇങ്ങനെ ചരണ്ടി കൊടുക്കുക. ഇങ്ങനെ എന്താ പറയുക, ചരണ്ടി കൊടുക്കുക പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് അധികം കട്ടിയിലല്ല, ജസ്റ്റ് മേലത്തെ ആ ഭാഗം മാത്രം ഇങ്ങനെ ആക്കി കൊടുക്കുക. കാരണം നമുക്കത് ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ വൃത്തിയിൽ നിൽക്കുകയും ചെയ്യും, ഫോൾഡിങ് ഈസിയായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മെല്ലെ